Hello everyone, how are you all? I hope you all are safe and fine. So we have completed our 9th chapter Google Earth. Today we are going to start a new chapter named Mind Map. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഗൂഗിൾ എർത്ത് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ് കണ്ടത് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അത് നമ്മുടെ ഗൂഗിൾ എർത്ത് പോലെ തന്നെയുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ആപ്ലിക്കേഷനാണ് മൈൻഡ് മാപ്പ്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നും എന്തിനൊക്കെയാണ് അത് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. So the chapter 10, a mind map. A mind map is a graphical way to represent ideas and concepts. A visual thinking tool helps us in structuring information graphically. It helps us to analyze, understand, create, recall and generate new ideas. The mind map is opposite of traditional note-taking or a linear text. Mind mapping activity is both analytical and artistic. It engages our brain fully and helps us in all its reasoning functions. Okay, അപ്പോൾ നമ്മുടെ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഐഡിയാസിനെയും കൺസെപ്റ്റിനെയും എല്ലാം ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈൻഡ് മാപ്പ്. ഇറ്റ് ഈസ് എ വിഷ്വൽ ടൂൾ ടു ഹെൽപ്പ് us ഇൻ സ്ട്രക്ചറിങ് ഇൻഫർമേഷൻ ഗ്രാഫിക്കലി. നമ്മുടെ ഇൻഫർമേഷൻസും നമ്മുടെ ഐഡിയാസും ഒക്കെ ഒരു ഗ്രാഫിക്കൽ ഫോമാറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൈൻഡ് മാപ്പ്. It engages our brain fully and helps us in all its reasoning functions. നമ്മൾ എന്താണോ മൈൻഡിൽ ആലോചിക്കുന്നത് അങ്ങനെയുള്ളതെല്ലാം പല പല സ്ട്രക്ചേഴ്സിലൂടെ വരയ്ക്കാനും കുറച്ചുകൂടെ അട്രാക്റ്റീവായിട്ട് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഈ പിക്ചർ കണ്ടോ, ഇപ്പോൾ നമ്മൾ ഹെൽത്തിനെ കുറിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ഹെൽത്തിനെ കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ കാറ്റഗറീസ് ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈസി ആയിട്ട് വരച്ചേക്കാം. ഹെൽത്തിനെ സ്ട്രെസ്സ്, എക്സസൈസ്, ഹെൽപ്പ്, ഡയറ്റ് ആൻഡ് സ്ലീപ്പ്, ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇതിന് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഓരോ സ്ട്രെസ്സിൻ്റെയും പല സബ് ഡിവിഷൻസ്, അതുപോലെ നെക്സ്റ്റ് കാറ്റഗറി എക്സസൈസിൻ്റെ സബ് ഡിവിഷൻസ്, ഇങ്ങനെ ഓരോ ഡിവിഷൻസും അതിന് സബ് ഡിവിഷൻസൊക്കെ ആയിട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, സോ മൈൻഡ് മാപ്പിംഗ് ഈസ് വെരി യൂസ്ഫുൾ. സം ഓഫ് ദ മേജർ ബെനിഫിറ്റ്സ് ഓഫ് മൈൻഡ് മാപ്പിംഗ് ആർ നോട്ട് മേക്കിംഗ്, ബ്രെയിൻ സ്റ്റോമിംഗ്, problem solving, studying and memorization, planning, researching and consolidating information from multiple sources, presenting information, increase creativity. അപ്പോൾ നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ച് നോട്ട് മേക്ക് ചെയ്യാൻ, ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് കണ്ടുപിടിക്കാൻ, പ്രോബ്ലം സോൾവിങ്, ഈ പറഞ്ഞ എല്ലാ കാറ്റഗറീസിലും നമുക്ക് മൈൻഡ് മാപ്പിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളിങ്ങനെ വേർബലി അല്ലെങ്കിൽ തിയററ്റിക്കലി നമ്മൾ എഴുതുന്നതിനേക്കാളും അട്രാക്റ്റീവായിട്ട് ഈ മൈൻഡ് മാപ്പിലൂടെ നമുക്ക് കാര്യങ്ങൾ വ്യൂവേഴ്സിന് അല്ലെങ്കിൽ ഓഡിയൻസിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ വി ക്യാൻ എയ്തർ ഡ്രോ ദീസ് മൈൻഡ് മാപ്സ് ഓൺ അവർ ഓൺ ഓർ ഐ ക്യാൻ യൂസ് വേരിയസ് മൈൻഡ് മാപ്പിംഗ് സോഫ്റ്റ്വെയർ അവൈലബിൾ. ഒന്നില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ മൈൻഡ് മാപ്പ് ഡ്രോ ചെയ്യാം, അല്ലെങ്കിൽ അത് വരയ്ക്കാൻ പറ്റുന്ന ഒരുപാട് സോഫ്റ്റ്വെയർസ് ഇപ്പോൾ അവൈലബിൾ ആണ്. സം ഓഫ് ദ മൈൻഡ് മാപ്പിംഗ് സോഫ്റ്റ്വെയർസ് ആർ ഫ്രീ മൈൻഡ്, പാഡ്ലെറ്റ്, മൈൻഡ് മെസ്റ്റർ, ക്യാൻവ എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള മൈൻഡ് മാപ്പിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഇതിൽ ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ദിസ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ്. നമുക്ക് ഏതെങ്കിലും ഒരു എന്താ പറയുക മൈൻഡ് മാപ്പിംഗ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി വിൽ യൂസ് ഫ്രീ മൈൻഡ് സോഫ്റ്റ്വെയർ ഫോർ ക്രിയേറ്റിംഗ് അവർ മൈൻഡ് മാപ്പ്. ഇതെല്ലാം പെയ്ഡും ഉണ്ട്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫ്രീ മൈൻഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. സോ ദിസ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇത് ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും കോഡൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസിനെയാണ് ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ലിങ്കാണ് http://sourceforge.net/wiki./index.php/download. അപ്പം ഇങ്ങനൊരു ഓപ്ഷൻ, ഈ ഒരു URL നമ്മൾ ഗൂഗിളിൻ്റെ അഡ്രസ് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സെർച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസാണ് ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ അതിൽ ഏതൊക്കെ പാർട്ടുണ്ട്, ടൈറ്റിൽ ബാറുണ്ട്, മെനു ബാർ, ഫോർമാറ്റിംഗ് ബാർ, പിന്നെ എൻ്റെ മെയിൻ വർക്കിംഗ് ഏരിയ, നോട്ട് വിൻഡോ, ഐക്കൺ ബാർ, ഇത്രയും കമ്പോണൻസ് ആണ് നമ്മുടെ ഫ്രീ മൈൻഡ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പണായി വരും നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ഐഡിയ തന്നിട്ടാണ് മെയിൻ സബ്ജക്റ്റ് എന്താണോ അതിൻ്റെ പല ഐഡിയാസ്, പിന്നെ അതിൻ്റെ സബ് ഐഡിയാസ്, അതായത് മെയിൻ ടോപ്പിക്, സബ് ടോപ്പിക്, അതിന് താഴെ വരുന്ന മറ്റ് സബ് ടോപ്പിക്സ്, ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ഇത് നമുക്ക് ഏത് രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു ഐഡിയ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, ഇനി ഇതിൻ്റെ പല പല കമ്പോണൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ എഴുതുന്ന മെയിൻ സബ്ജക്റ്റിനെയാണ് റൂട്ട് നോഡ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സബ് ടോപ്പിക്സായിട്ട് വരുന്നതിനെല്ലാം ചൈൽഡ് നോഡ്
എന്ന് പറയും. ചൈൽഡ് നോഡ് എത്ര വേണമെങ്കിലും ആകാം. ചൈൽഡ് നോഡ് 1, ചൈൽഡ് നോഡ് 2, 3, 4 എന്നിങ്ങനെ എത്ര കാറ്റഗറീസ് വേണമെങ്കിലും ആകാം. ഇനി ചൈൽഡ് നോഡിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സിബ്ലിംഗ് നോഡ് എന്ന് പറയും. അപ്പോൾ ഈ കാണുന്നതാണ് സിബ്ലിംഗ് നോഡ്. ഓക്കെ, സോ നോഡ് ഈസ് എ ടെക്സ്റ്റ് ബോക്സ് ദാറ്റ് ഈസ് യൂസ് ടു സ്റ്റോർ ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കമ്പോണൻറ്റിനെയാണ് നോഡെന്ന് പറയുന്നത്. ടെക്സ്റ്റ് ഇതിങ്ങനെയൊക്കെ ടെക്സ്റ്റ് എഴുതാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോഡെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് എഡ്ജസ്. നോഡ്സ് ആർ കണക്റ്റഡ് ടുഗെദർ യൂസിങ് കർവ് ലൈൻ കോൾഡ് എഡ്ജസ്. ഇതിനെ ഈ കർവ് ലൈൻസിനെയാണ് നമ്മൾ എഡ്ജസ് എന്ന് പറയുന്നത്. റൂട്ട് നോഡ്. വെൻ വി ക്രിയേറ്റ് എ ന്യൂ മൈൻഡ് മാപ്പ് ഇൻ ഫ്രീ മൈൻഡ്, എ ഗ്രേ ഓവൽ ഷേപ്ഡ് നോഡ് വിത്ത് ബിൽഡ് അവർ മാപ്പ് ബൈ ആഡിങ് നോഡ്സ് ടു ദ റൂട്ട് നോഡ്. നമ്മൾ മെയിനായിട്ട് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ, ഏത് ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ആ മെയിൻ ടോപ്പിക് ഉണ്ടല്ലോ, അത് നമ്മൾ സെൻറ്ററിൽ ഒരു ആഷ് കളറിൽ വരും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റൂട്ട് നോഡ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ബാക്കി ഡിവിഷൻസും സബ് ഡിവിഷൻസും ഒക്കെ പോകുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഇസ് ചൈൽഡ് നോഡ്. എ ചൈൽഡ് നോഡ് ഒറിജിനേറ്റ്സ് ഫ്രോം ദി പാരന്റ് നോഡ് ആൻഡ് ഈസ് പൊസിഷൻഡ് 1 ലെവൽ ലോവർ ദാൻ ദി പാരന്റ് നോഡ്. ചൈൽഡ് നോഡ് എന്ന് വെച്ചാൽ പാരന്റ് നോഡിൽ നിന്ന് കണക്ട് ചെയ്ത് വരുന്ന നെക്സ്റ്റ് ലെവലിൽ വരുന്ന നോഡാണ് ചൈൽഡ് നോഡ്. സോ ഇറ്റ് ഒറിജിനേറ്റ് ഫ്രം ദി പാരന്റ് നോഡ് ആൻഡ് ഈസ് പൊസിഷൻഡ് 1 ലെവൽ ലോവർ ദാൻ ദി പാരന്റ് നോഡ്. അപ്പോൾ ഈ പാരന്റ് നോഡിൻ്റെ ഒരു ലെവൽ താഴെയായിട്ടായിരിക്കും നമ്മുടെ ചൈൽഡ് നോഡ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിബ്ലിംഗ് നോഡ്. എ സിബ്ലിംഗ് നോഡ് ഈസ് പൊസിഷൻഡ് അറ്റ് ദി സെയിം ലെവൽ ആസ് ഇറ്റ്സ് റെഫറൻസ് നോഡ്. പൊസിഷൻ അതായത് സിബ്ലിംഗ് നോഡ് എന്തുമായിട്ടാണോ നമ്മൾ അതിനെ റെഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അതേ ലെവലിൽ സെയിം ലെവലിൽ പൊസിഷൻ ചെയ്യുന്ന നോഡാണ് സിബ്ലിംഗ് നോഡ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, വെൻ എ സിബ്ലിംഗ് നോഡ് ഈസ് ക്രിയേറ്റഡ് ഫോർ എ ചൈൽഡ് നോഡ്, ഇറ്റ് ഈസ് പൊസിഷൻഡ് അറ്റ് ദി സെയിം ലെവൽ as that of the child node. A root node can only have child nodes. Other nodes can have both child and sibling node. അപ്പോൾ റൂട്ട് നോഡിന് എപ്പോഴും ഉള്ളത് ചൈൽഡ് നോഡ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ നോഡ്സിനും ചൈൽഡ് നോഡും ആകാം, സിബ്ലിംഗ് നോഡ്സും ആകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് കാറ്റഗറീസ് ഈ മൈൻഡ് മാപ്പിൽ വരുന്നത്. ഇനി എങ്ങനെയാണ് ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അത് നമ്മൾ ഫ്രീ മൈൻഡിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം എന്ത് ചെയ്യണം, ഓപ്പൺ ഫ്രീ മൈൻഡ് സോഫ്റ്റ്വെയർ ബൈ ക്ലിക്കിംഗ് ഓൺ, ഇതാണ് ഫ്രീ മൈൻഡിൻ്റെ ഐക്കൺ. ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഡെസ്ക്ടോപ്പിലെ. എ ന്യൂ സ്ക്രീൻ ഹാവിങ് റൂട്ട് നോഡ് ലേബിൾഡ് ആസ് ന്യൂ മൈൻഡ് മാപ്പ് ഓപ്പൺസ്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു മൈൻഡ് മാപ്പ് ഓപ്പൺ ആയി വരും. അതിലൊരു ന്യൂ മൈൻഡ് മാപ്പ് എന്നിങ്ങനെ സെൻറ്ററിൽ കാണും. ഓക്കെ, ക്ലിക്ക് ദ റൂട്ട് നോട്ട്സ് ചേഞ്ച് നെയിം. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഉള്ളത് മാറ്റിയിട്ട് വേറെ പുതിയ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ന്യൂ മൈൻഡ് മാപ്പ് മാറ്റി ടെൻസസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണമെങ്കിൽ അതിന് ബാക്ക് സ്പേസ് അടിച്ച് കളയുക, ടെൻസസ് എൻ്റർ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ഓൺ ഇൻസേർട്ട് മെനു ഓപ്ഷൻ ഓൺ ദി മെനു ബാർ ആൻഡ് സെലക്ട് ന്യൂ ചൈൽഡ് നോഡ്. ഇപ്പോൾ നമുക്കിനി ഇൻസേർട്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ചൈൽഡ് നോഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ഓപ്ഷനിൽ നിന്ന് ഏതെടുക്കണം, ഇത് ന്യൂ ചൈൽഡ് നോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ഈ ബൾബിൻ്റെ സിമ്പിൾ പോലുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത നോഡ് വരും. ഓക്കെ, അതല്ലാതെ എനിക്ക് മറ്റൊരു വഴി എന്ന് പറയുന്നത് റൈറ്റ് ക്ലിക്ക് ഓൺ ദ റൂട്ട് നോഡ് ആൻഡ് ഫ്രം ദി പോപ്പപ്പ് മെനു സെലക്ട് ന്യൂ ചൈൽഡ് നോഡ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൂട്ട് നോഡിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താലും അതിൽ ന്യൂ ചൈൽഡ് നോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ഐക്കൺ ന്യൂ ചൈൽഡ് നോഡിൻ്റെ. സോ ക്ലിക്ക് ഓൺ ദി ആഡഡ് ചൈൽഡ് നോഡ് ആസ് ടൈപ്പ് പാസ്റ്റ് ടെൻസ്. അപ്പോൾ നമ്മുടെ സെലക്ട് ചെയ്ത് അത് ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ ന്യൂ ചൈൽഡ് വരും. അതിന് ആഡ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ക്യാപ്ഷൻ പാസ്റ്റ് ടെൻസ് എന്ന് കൊടുക്കുക. അതുപോലെ 2 നോട്ട്സും കൂടെ ആഡ് ചെയ്യുക, പ്രസൻറ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് എന്ന് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ടെൻസസ് എന്ന് കൊടുത്തു, പാസ്റ്റ് ടെൻസ് കൊടുത്തു, ഫ്യൂച്ചർ ടെൻസ് കൊടുത്തു, പ്രസൻറ്റ് ടെൻസ് കൊടുത്തു. ഓക്കെ, ഇനി എൻ്റർ ദി ഫോളോയിങ് സബ് കാറ്റഗറീസ് ഫോർ ഇൻഫർമേഷൻ ഫോർ എവറി ചൈൽഡ് നോഡ് ഓഫ് ദ റൂട്ട് നോഡ്. അപ്പോൾ ഇത് ഇത്രയും സബ് കാറ്റഗറീസ് ഒരു എക്സാമ്പിളായിട്ട് തന്നിട്ടുണ്ട്. ഇത് ഓരോ സബ് കാറ്റഗറി ആയിട്ട് ആഡ് ചെയ്യുക. അതിൻ്റെ എല്ലാം എന്താ പറയുക, പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചേഴ്സ് ഇതെല്ലാം നമ്മൾ ഈ മൈൻഡ് മാപ്പിൽ കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബുക്കിൽ എഴുതുന്നതിനേക്കാളും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നതിനേക്കാളും ഒക്കെ എളുപ്പത്തിൽ, ഒരു ഫുൾ തിയറി വായിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ കാറ്റഗറീസ് എല്ലാം നമുക്ക് പഠിക്കാൻ പറ്റും ഇങ്ങനെ വരച്ച് വെക്കുകയാണെങ്കിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഒരു നോഡ് ഉണ്ടോ, ഇങ്ങനെയാണ് ഇതെല്ലാം നമ്മൾ കാറ്റഗറീസ് എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ എത്ര ലെങ്തിയുള്ള എത്ര നോട്ട്സ് വേണമെങ്കിലുള്ള മൈൻഡ് മാപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ നോഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം,
പ്ലേസ് ദ മൗസ് പോയിൻ്റർ ഓവർ ദി നോഡ് ടു ബി സെലക്റ്റഡ്. ഏത് നോഡാണ് ഡിലീറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ പുറത്ത് കൊണ്ട് സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡിലീറ്റ് ബട്ടൺ കൊടുക്കുക. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പോപ്പപ്പ് മെനുവിൽ നിന്ന് റിമൂവ് നോഡ് ഓപ്ഷൻ കൊടുക്കുക. അതും അല്ലെങ്കിൽ എഡിറ്റ് മെനുവിൽ നിന്ന് സെലക്ട് ദി റിമൂവ് നോഡ് ഓപ്ഷൻ ഫ്രം ദി ഡ്രോപ്പ് ഡൗൺ മെനു ഓപ്ഷൻ. അപ്പോൾ ഇതിലേതെങ്കിലും വഴി ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ നോഡ് ഏതെങ്കിലും ഡിലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഈസ് നിങ്ങൾ ഡിലീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഒരു കൺഫർമേഷൻ മെസ്സേജ് ബോക്സ് വരും. റിയലി ഡിലീറ്റ് നോട്ട്. ഇപ്പോൾ നിങ്ങൾ ശരിക്കും ഒരു നോട്ട് ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ ഡോണ്ട് ആസ്ക് മീ അഗൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? എസ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ നോഡ് ഡിലീറ്റ് ആയിപ്പോൾ. ഓക്കെ, ഇനി പുതിയൊരു മൈൻഡ് മാപ്പ് സേവ്. സാധാരണ നമ്മൾ എങ്ങനെ സേവ് ചെയ്യുന്നത്? ഏത് ഫയലിൽ നിന്ന് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരെ അതിന് സേവ് എസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ Ctrl+S എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അപ്പോൾ അതേ ഒരു നെയിമിൽ തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും. സേവ് എസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ടെക്സ്റ്റ് ഫോൾഡറിൽ ഉദ്ദേശിക്കുന്ന ഫയലിൽ നിങ്ങൾക്ക് സേവ് ചെയ്തിടാം. അപ്പോൾ ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് പറയണം? ആദ്യം ഫയൽ എടുക്കുക, അതിൽ നിന്ന് സേവ് എസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ടൈപ്പ് ദ ഫയൽ നെയിം ആൻഡ് പ്രസ് സേവ് ബട്ടൺ. അപ്പോൾ ഏതെങ്കിലും ഫയൽ നെയിം, നിങ്ങൾക്ക് എന്താണോ ഫയൽ നെയിം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. സോ ഫയൽ ഗെറ്റ് സേവ്ഡ് വിത്ത് ദ എക്സ്റ്റൻഷൻ .mm. അപ്പോൾ നമ്മുടെ മൈൻഡ് മാപ്പിലെ ഫയൽസിൻ്റെയൊക്കെ എക്സ്റ്റൻഷൻ ഏതാണ്? .mm എന്നുള്ളതാണ് ഫയലിൻ്റെ എക്സ്റ്റൻഷൻ. ഓക്കെ, പിന്നെ Ctrl+S ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ചെറിയ ചെറിയ അപ്ഡേഷൻസ് വരുത്തുമ്പോൾ Ctrl+S പ്രസ് ചെയ്ത് പോയാൽ അത് സേവ് ചെയ്തുകൊണ്ടിരിക്കും കമ്പ്യൂട്ടർ മെമ്മറിയിലേക്ക്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ നോഡിന് എങ്ങനെയാണ് ഒരു സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വി ക്യാൻ അപ്ലൈ സ്റ്റൈൽ ടു അവർ നോഡ്സ് ഇൻ ദ മൈൻഡ് മാപ്പ്. ദർ ആർ 2 styles അവൈലബിൾ, ബബിൾ ആൻഡ് ഫോക്ക്. 2 സ്റ്റൈലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ബബിളും ഫോക്കും. ദ ബബിൾ സ്റ്റൈൽ യൂസേഴ്സ് ആൻ ഓവൽ ഷേപ്ഡ് ബബിൾ ടു എൻക്ലോസ് ദ ഡേറ്റ ഓഫ് ദി നോഡ്. ബബിൾ സ്റ്റൈൽ ഇതിനെ യൂസ് ചെയ്യുന്നത് അതൊരു ഓവൽ ഷേപ്ഡ് ആണ്. നമ്മുടെ നോഡ് എന്താണോ അതിൻ്റെ ഡേറ്റയെ എൻക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബബിൾ ഷേപ്പ് യൂസ് ചെയ്യുന്നത്. ഫോർക്ക് എന്തിനാണ്? ദ ഫോർക്ക് സ്റ്റൈൽ ഹോൾഡ്സ് ദ ഡേറ്റ വിത്തൗട്ട് എനി എൻക്ലോഷർ. ഡയറക്റ്റ് ആ ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർക്ക് സ്റ്റൈൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോളോ ദ ഗിവൺ സ്റ്റെപ്സ് ടു അപ്ലൈ ദ സ്റ്റൈൽസ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൈൻഡ് മാപ്പിന് സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആദ്യം എന്ത് ചെയ്യണം? നോഡ് സെലക്ട് ചെയ്യുക, ക്ലിക്ക് ഓൺ ഫോർമാറ്റ് മെനു ഓപ്ഷൻ. നോഡ് സെലക്ട് ചെയ്തിട്ട് ഫോർമാറ്റ് മെനു എടുക്കുക. പിന്നെ വരുന്നത് സെലക്ട് ദി ബബിൾ സ്റ്റൈൽ ഓർ ഫോർക്ക് സ്റ്റൈൽ ഫ്രം ദി ഡ്രോപ്പ് ഡൗൺ മെനു ലിസ്റ്റ്. ഏത് സ്റ്റൈലാണ് വേണ്ടതെന്ന് നിങ്ങൾ ആ ഓപ്ഷൻസിൽ നിന്ന് നോക്കിയിട്ട് പറയണം. ഓക്കെ, അപ്പോൾ ബബിൾ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്യും. ഫോർക്ക് സ്റ്റൈൽ എന്ന് പറയുന്നത് നോർമലി ലൈൻ്റെ പുറത്ത് ടൈപ്പ് ചെയ്യും. ഇതിനാണ് 2 ടൈപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി ടെക്സ്റ്റ് ഫോർമാറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സാധാരണ ബോൾഡ് ചെയ്യാം, ഇറ്റാലിക്സ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യില്ല. അപ്പോൾ ഏതാണോ ആ നോഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് Ctrl+B പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ഫോർമാറ്റ് ചെയ്യുന്ന എന്തെടുക്കണം? ഏത് ഓപ്ഷൻ എടുക്കണം? ബോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം കേട്ടോ. ഈ ഫോർമാറ്റ് ചെയ്യുന്ന ബോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് ബോൾഡ് ആയിക്കോളും. ഓക്കെ, പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു സിമ്പിളും നിങ്ങൾക്ക് ആ ഇൻ്റർഫേസിൽ കാണാൻ പറ്റും, B എന്ന് പറയുന്ന ഈ സിമ്പിൾ കൊടുത്താൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമേ. സേവ് ചെയ്യാനല്ല, ബോൾഡ് ആക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇറ്റാലിക്സ് ആക്കാൻ. ഇറ്റാലിക്സ് ആക്കാൻ എന്ത് ചെയ്യണം? നോഡ് സെലക്ട് ചെയ്യണം, Ctrl+I എടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന ഫോർമാറ്റിൽ നിന്ന് ഇറ്റാലിക് ഓപ്ഷൻ എടുക്കുക. ഓക്കെ, ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഓപ്ഷൻ, ക്ലിക്ക് ഓൺ ഫോർമാറ്റ് ഓപ്ഷൻ ഓൺ മെനു ഓർ സെലക്ട് ദി ഇറ്റാലിക് ഓപ്ഷൻ ഫ്രം ദി ഡ്രോപ്പ് ഡൗൺ ഓപ്ഷൻ. ഫോർമാറ്റ് ഓപ്ഷൻ ഉണ്ട് അത് നമ്മുടെ മെനുവിൽ. മെനുവിൽ നിന്ന് ഫോർമാറ്റ് ഓപ്ഷൻ എടുക്കുക, ഇറ്റാലിക് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചേഞ്ചസ് നമ്മൾ സെലക്ട് ചെയ്ത നോഡിൽ കാണാൻ പറ്റും. ഇനി ഫോണ്ട് സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ 2 ടൈപ്പാണ് നമുക്കുള്ളത്. ഫോർമാറ്റിൽ നിന്ന് ലാർജർ ഫോണ്ട് ഓപ്ഷനുണ്ട്, സ്മോളർ ഫോണ്ട് ഓപ്ഷനുണ്ട്. കണ്ടോ, ലാർജ് ഫോണ്ട് ഓപ്ഷനുണ്ട്, സ്മോളർ ഫോണ്ട് ഓപ്ഷൻ. ഫോർമാറ്റിലെടുക്കുക, ബോണ്ട് എടുക്കുക, ലാർജ് ഫോണ്ടും ഫോർമാറ്റ് ഫോണ്ടും വരുന്നത്. അപ്പോൾ ഏത് ഫോണ്ടാണോ നമുക്ക് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ലാർജർ ഫോണ്ടാണെങ്കിൽ ലാർജർ എടുത്താൽ വലുതാവും, സ്മോളർ ഫോണ്ടാണെങ്കിൽ ഇപ്പോൾ ഉള്ള സൈസിനേക്കാളും ചെറുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് സൈസ് മാറ്റാനുള്ള വഴി. ഇനി ഫോണ്ട് സ്റ്റൈൽ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നോഡ് സെലക്ട് ചെയ്യണം ആദ്യം.
ഇതിനാണെങ്കിൽ ആദ്യം നോഡ് സെലക്ട് ചെയ്യണം. വി ക്യാൻ ചേഞ്ച് ദ ഫോണ്ട് സ്റ്റൈൽ ബൈ സെലക്ടിങ് ഫ്രം ദ ഡ്രോപ്പ് ഡൗൺ ലൊക്കേറ്റഡ് ഓൺ ദ ഫോർമാറ്റിംഗ് ബാർ. ഫോണ്ട് സ്റ്റൈൽ എവിടെയാണ്? ഡ്രോപ്പ് ഡൗൺ നമ്മുടെ ഫോർമാറ്റിംഗ് ബാറിൽ ഒരു ഓപ്ഷനുണ്ട് ഫോണ്ട് സ്റ്റൈൽ, അത് ക്ലിക്ക് ചെയ്യാം. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും. അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് എടുക്കാം. ഇതിലുള്ള ടെക്സ്റ്റിൻ്റെ സ്റ്റൈല് മാറി മാറി വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ടെക്സ്റ്റ് കളർ. നമ്മൾ നോഡിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം ഇത് ചെയ്യണം, ക്ലിക്ക് ഓൺ ദി മോഡിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ഫോർമാറ്റ് ഓപ്ഷൻ ഫ്രം ദി മെനു ബാർ. നമ്മുടെ ഓപ്ഷൻസ് ചെയ്യുന്ന ഏതാണ് എടുക്കേണ്ടത്? ഫോർമാറ്റ് ഓപ്ഷൻസ് ചെയ്യുന്ന നോട്ട് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. ഓക്കെ, സോ വി ക്യാൻ ചൂസ് കളർ ഓഫ് അവർ ചോയ്സ് ഫോർ അവർ ടെക്സ്റ്റ് ആൻഡ് പ്രസ് ഓക്കെ. അപ്പോൾ ഇതേപോലെ കളർ ചോയ്സസ് നമുക്ക് കാണും. അതിൽ നിന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യണം? ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇനി ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനും ഏത് നോഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണോ ആ നോഡ് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഓൺ ഫോർമാറ്റ് ഓപ്ഷൻ ഓൺ ദി മെനു ബാർ. മെനു ബാറിൽ നിന്ന് ഫോർമാറ്റ് ഓപ്ഷൻ തന്നെ എടുക്കുക. ഫ്രം ദി ഡ്രോപ്പ് ഡൗൺ സെലക്ട് നോഡ് ബാക്ക്ഗ്രൗണ്ട് കൂളർ ഓപ്ഷൻ. നോഡ് ബാക്ക്ഗ്രൗണ്ട് കൂളർ ഓപ്ഷനാണ് നമുക്ക് ആ നോഡിന് കൊടുക്കാനുള്ളത്. ഓക്കെ, നോഡ് ബാക്ക്ഗ്രൗണ്ട് കളർ ഓപ്ഷൻ എടുക്കുക. അതെടുക്കുമ്പോൾ ഇതുപോലൊരു കളേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് വരും. അതിൽ നിന്ന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക, ഓക്കെ എടുക്കുക. ഇതുപോലെ എഡ്ജിന്, ഇപ്പോൾ നോഡിന് കൊടുത്ത് ബാക്ക്ഗ്രൗണ്ടിന് ഇതുപോലെ എഡ്ജിന് കൊടുക്കാം. ഇങ്ങനെ കണക്ട് ചെയ്യുന്ന വരകളില്ല, അതിനും നമുക്ക് കൊടുക്കാൻ പറ്റും. സെയിം ഓപ്ഷനാണ്. കളർ ബൈ ഫോളോയിങ് ദി സ്റ്റെപ്സ് given below. Select the mode, click on the format menu, select the edge color from the drop down. edge color ഉണ്ട് ഡ്രോപ്പ് ഡൗണിൽ, അതെടുക്കുക, വേണ്ട കളർ പറഞ്ഞു കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് എല്ലാ ഫോർമാറ്റിങ്സും ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നതാണ് എഡ്ജ് സ്റ്റൈലും എഡ്ജ് വിത്തും. എന്താണ് നമ്മൾ കൊടുക്കുന്ന എഡ്ജിൻ്റെ സ്റ്റൈലും വിത്തും ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അതിൽ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതല്ലാതെ നമുക്ക് അഡീഷണൽ ആയിട്ട് അതിൻ്റെ വിത്തും സ്റ്റൈലും മാറ്റി കൊടുക്കാൻ പറ്റും. സോ വി ക്യാൻ ചേഞ്ച് ദ എഡ്ജ് സ്റ്റൈൽ ബൈ ഫോളോയിങ് ദി ഗിവൻ സ്റ്റെപ്പ്. ക്ലിക്ക് ഓൺ നോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഏത് നോഡിനാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ നോഡിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഓൺ ഫോർമാറ്റ് ഓപ്ഷൻ ഫ്രം ദി മെനു ബാർ. ഫോർമാറ്റ് ഓപ്ഷൻ, ദെൻ ഫ്രം ദി ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ഓൺ എഡ്ജ് സ്റ്റൈൽ ഓപ്ഷൻ. ഫോർമാറ്റ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഫോർമാറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്തെടുക്കണം? എഡ്ജ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ നിന്ന് പല എഡ്ജ് സ്റ്റൈൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു എഡ്ജ് സ്റ്റൈൽ സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എഡ്ജ് വിത്ത് ആണെങ്കിലും അത് തന്നെ നമ്മുടെ എന്താ പറയുക, പേജ് ഓൾറെഡി സെലക്ട് ആയിക്കോളും. ഇനി അതിൽ നിന്ന് പേജും നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഫോർമാറ്റ് ചെയ്യാനുള്ള പേജും അതിൻ്റെ എഡ്ജ് ഉണ്ടല്ലോ, എഡ്ജിൻ്റെ വിഡ്ത്തും ഏതാണെന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് കൂടുതൽ വിഡ്ത്ത് കൊടുക്കണമെങ്കിൽ കൂടുതൽ കൊടുക്കാം, കുറവ് വിഡ്ത്ത് മതിയെങ്കിൽ അങ്ങനെ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് നമ്മളുടെ മൈൻഡ് മാപ്പിന് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ മൈൻഡ് മാപ്പ് എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ളത്. അപ്പോൾ അടുത്ത ദിവസം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.